എന്താ എന്താ ഉണ്ടായത്? സ്വാമിച്ച, ആ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് ശ്വാസതടസ്സമാണല്ലോ. എങ്ങനെയാ ഇത് സംഭവിച്ചത്? ഇല്ല, ഒന്നും അറിയില്ല. മരുന്ന് വല്ലതും മാറിക്കൊടുത്തോ? മരുന്ന് മാറിക്കൊടുക്കുക? ഏയ്, അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചേ? അത് പിന്നെ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? നിങ്ങളോട് ചോദിച്ചതല്ല, ഞാൻ സ്വയം ചിന്തിക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു ശ്വാസതടസ്സം ഉണ്ടാവുന്നത് നല്ല ലക്ഷണമല്ല. സ്വാമിച്ച, മോള് പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോയിക്കൊണ്ടിരുന്നാലേ ചെറുക്കൻ തട്ടിപ്പോവും. ഹരിദാസേ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത് ശരി, എന്നെ മര്യാദ പഠിപ്പിക്കുകയൊന്നും വേണ്ട. ഇതിനെന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ ആ ഗതി ചെയ്യാൻ നോക്ക്. അവർ ശ്വാസം എടുക്കാൻ വെപ്രളപ്പെടുന്നത് കണ്ടിട്ട് നിങ്ങളുടെ മിണ്ടാ നിൽക്കുകയാണോ? ഹരിദാസേ, ഇതൊരു ആതുര ശുശ്രൂഷാലയമാണ്. ഇവിടെ അച്ചടക്കം പാലിക്കണം. ആതുര ശുശ്രൂഷാലയം? ഇവിടെ നടക്കുന്ന ചികിത്സയൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓ, എന്തോ ഭാഗ്യത്തിന് ഗോപിക ഒരുവിധം രക്ഷപ്പെട്ടു. ഋഷിയുടെ അവസ്ഥ കണ്ടില്ലേ? ആദ്യം ഒന്ന് ഫിറ്റ്സ് വന്നു, ഇപ്പൊ ശ്വാസതടസ്സം. ഓ, ഫിറ്റ്സ് വന്നപ്പോ കുഴപ്പമില്ല, ഇപ്പൊ ശ്വാസതടസ്സം വന്നപ്പോ സ്വാമിക്ക് പേടിയായോ? ഈ പട്ടിക്കാട്ടിൽ വന്ന് ചികിത്സിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി ആ ദേവികയാ. അവളൊപ്പിച്ച പണിയായത്. ഓ അല്ല, വല്ലതും നടക്കൂ? അതെ, എന്നെ കൊണ്ട് ചെയ്യാനാവുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ചികിത്സ ഫലിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ക്ഷമ വേണം. പെട്ടെന്ന് വേണമെന്ന് വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഋഷിക്കൊന്നും സംഭവിക്കില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ഇയാളിപ്പോ ഇവിടെ നിൽക്കാൻ പാടില്ല. പോ, പുറത്തിറങ്ങാൻ. അത് ശരി, എന്നെ ആട്ടിറക്കി വിടുകയാണോ? ഈ ഹരിദാസ് ആരാണെന്നേ ഞാൻ കാണിച്ചു തരാം. അയാളുടെ ഒരു ചികിത്സ. ഒന്നുമില്ല സ്വാമിച്ച. എങ്ങനെയെങ്കിലും രണ്ടിനെയും ഇവിടുന്ന് നാട്ടിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കും. ഈ കിളവനെ പരമാവധി ചൊറിയണം. ഒടുവിൽ നിവൃത്തിയില്ലാതെ അയാളായിട്ട് തന്നെ ഋഷിയെയും ഗോപികയെയും ഇവിടുന്ന് ബാക്ക് ചെയ്തോളും. മോളിനി പേടിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. ഈ സ്വാമി അച്ഛനാ പറയുന്നേ. കുറച്ചു മുൻപ് കൊടുത്ത മരുന്നിന്റെ റിയാക്ഷൻ ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. സ്വാമിയച്ഛന്റെ ആശ്രമം ഞാൻ കാണിച്ചു കൊടുക്കുക അയാളെ. അതെ ചേട്ടാ, ഈ ഹോസ്പിറ്റലിലെ ചികിത്സ ശരിയാവില്ല കേട്ടോ. എന്താടാ, എന്തു പറ്റി? ഇവിടുത്തെ സ്വാമിയച്ഛനുണ്ടല്ലോ, ആ നരച്ച താടി വെച്ച കളവൻ, അവനെ ഞാൻ എടുത്ത് ചെവരി ചേർക്കും. ഈ കാര്യം എന്താന്ന് പറയടാ, എന്താ പ്രശ്നം? അയാള് പല സമയത്തും പലതാ പറയുന്നത്. നമുക്ക് ഋഷിയെയും അവളെയും ഇവിടെ നിന്ന് മാറ്റിയാലോ? എന്തിനു മാറ്റണം? കാരണം എന്താന്ന് വ്യക്തമായി പറയ്. എന്റെ ചേട്ടാ, ഇവിടെ ആകെ പ്രശ്നമാ. ഇനി ഇവിടെ കിടത്തിയ ഋഷി ചിലപ്പോ ജീവനോടെ കിട്ടിയെന്ന് വരില്ല കേട്ടോ. ഇപ്പൊ എന്താ അവിടെ ഉണ്ടായത്? ചേട്ടാ, അതെ, കുറച്ചുമ്പ് ഋഷിക്ക് ഫിറ്റ്സ് വന്ന കാര്യം ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. എടാ, അത് മരുന്ന് കൊടുത്ത് ഭേദമാക്കിയതല്ലേ, വീണ്ടും വന്നോ? ഫിറ്റ്സ് അല്ല, ശ്വാസം മുട്ടലാ വന്നത്.
ശ്വാസം എടുക്കാൻ പറ്റാതെ അവൻ ഇവിടെ കിടന്ന് ജീവൻ മരണ പോരാട്ടം നടത്തുകയായിരുന്നു. അയ്യോ, എന്നിട്ട്? ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഋഷിയുടെ വെപ്രാളം കണ്ടിട്ട് ഞാനും ഗോപിയെയും കൂടി ബഹളം വെച്ചു. അത് കണ്ട് സ്വാമിയച്ഛൻ വന്നു. അതെ, അയാൾ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ ആരെങ്കിലും മരുന്നുമാരെ കൊടുത്താണോ എന്ന്. എന്റെ പൊന്നു ചേട്ടാ, അയാളാ മരുന്ന് കൊടുത്തിട്ട് പോയത്. അത് കഴിഞ്ഞ് കുറച്ച് സമയമായപ്പോഴാ ഋഷിക്ക് ശ്വാസതടസ്സം ഉണ്ടായത്. ഈ ശ്വാസതടസ്സം ഋഷിക്ക് എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചപ്പോ അയാൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അയാൾക്കതറിയില്ല. ശ്വാസതടസ്സം ഉണ്ടായാൽ സൂക്ഷിക്കണമെന്ന് മാത്രം അയാൾ എന്നോട് പറഞ്ഞു. ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ചേട്ടാ? ദേ, ഒരു കാര്യം മാത്രം ഞാൻ തറപ്പിച്ച് പറയാം. ഋഷിയെ ഇവിടുന്ന് വേറെ ആശുപത്രിയിലേക്ക് മാറ്റണം. മാറ്റിയേ തീരൂ. ഹരിദാസ്, ചേട്ടാ, ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അല്ല, അവനിപ്പോ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ കുറച്ച് ആശ്വാസം വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ എന്തിനാ ഇത്രയും റിസ്ക് എടുക്കുന്നേ? അതുകൊണ്ട് അവരെത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്ക്. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, എന്നിട്ട് ഞാൻ സ്വാമിയച്ഛനെ വിളിച്ചിരുന്നു. ഹരിദാസ് വെപ്രാളപ്പെടുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞു. മരുന്നിന്റെ റിയാക്ഷൻ കൊണ്ടുണ്ടായ ശ്വാസതടസ്സമാണെന്നും അത് മാറിയിട്ടുണ്ടെന്നും പേടിക്കാനൊന്നുമില്ലെന്നും സ്വാമിയച്ഛൻ പറഞ്ഞു. എനിക്ക് ആകെ ടെൻഷനാകുക. ടെൻഷന്റെ യാതൊരു ആവശ്യമില്ലെന്ന് സ്വാമിയച്ഛൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവാനാ? നിനക്ക് മനസ്സമാധാനം ഉണ്ടോ? എനിക്കും ടെൻഷൻ മാറിയിട്ടൊന്നുമില്ല. ഇതെല്ലാം ഗോപികയുടെ ജാതകദോഷത്തിന്റെ ഫലമാണ്. സുഖപ്പെട്ടു വന്നിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അത് നമ്മളെ തീരുമാനം വച്ച് വൈകിക്കുന്നതുകൊണ്ടാ. ദേവികയുടെ വീട്ടുകാര് വിവാഹത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. ഗോപിക കൂടെയുണ്ടെങ്കിൽ ഋഷിക്ക് ഇനിയും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരിയാണ്, ആ പേടി എനിക്കുമുണ്ട്. ഹാ, ഇത്രയും ദിവസം സമയം കൊടുത്തിട്ടും അവരൊരു മറുപടി പറയാത്ത സ്ഥിതിക്ക് ഇനി നമ്മള് അവരുടെ മറുപടി പ്രതീക്ഷിക്കണ്ട. ഡിവോഴ്സ് നടത്തണം. നമുക്ക് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോവാം. അതെ, അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരുടെ ഡിവോഴ്സ് നടത്താം. ഈ സാഹചര്യം അവരുണ്ടാക്കിയതല്ലേ? ഡിവോഴ്സ് നടക്കട്ടെ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ദേവികയോ ഗോപികയോ ഈ കുടുംബത്തോട് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. പിന്നെന്തിനാ നമ്മൾ അവരോട് കാണിക്കുന്നത്? എന്റെ കുടുംബത്തിന്റെ നന്മ എനിക്ക് നോക്കിയേ പറ്റൂ. ചേച്ചി, മോളെ, ചേച്ചി, മോളെ, ചേച്ചി. ഋഷിക്ക് കുഴപ്പമില്ല ചേച്ചി. കുറച്ചു മുമ്പ് സ്വാമിയച്ഛൻ ഒരു മരുന്ന് കൊടുത്തായിരുന്നു. അതിന്റെ ക്ഷീണത്തിൽ മയങ്ങുവോ? വിളിച്ചാ ചിലപ്പോ കണ്ണു തുറക്കും. വിളിക്കണോ? വേണ്ട, മയങ്ങിക്കോട്ടെ. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ വലിയ പ്രയാസങ്ങളൊന്നുമില്ല ചേച്ചി. ഇങ്ങനെ കിടക്കുന്നതാ ബുദ്ധിമുട്ട്. ഇറങ്ങി നടക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ സ്വാമിയച്ഛൻ സമ്മതിക്കില്ല. കുറച്ചുകൂടെ കഴിയട്ടെ എന്നാ അദ്ദേഹം പറയുന്നേ. ഇപ്പൊ അധികം ശരീരം അനക്കരുതെന്നാ പറഞ്ഞ്. അതെ, നീ ശ്രദ്ധിക്കണം. സ്വാമിയച്ഛൻ പറയുന്നൊക്കെ കൃത്യമായിട്ട് അനുസരിക്കണം. ഹരിസാറും സ്മൃതിയൊക്കെ എവിടെ? പുറത്തെവിടെയെങ്കിലും കാണും. അവരെപ്പോഴും ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കണക്കിന് അവരിപ്പോ ഇവിടെ ഇല്ലാതിരുന്ന നന്നായി.
ചേച്ചിയോട് സ്വകാര്യമായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവരിവിടെ ഉണ്ടെങ്കിൽ അതിന് പറ്റില്ലല്ലോ. നിനക്ക് എന്താ പറയാനുള്ളത്? മറ്റൊന്നുമല്ല, ചേച്ചിയുടെ കല്യാണത്തെക്കുറിച്ചാ. സിദ്ധുവേട്ടനുമായി ചേച്ചി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പൊന്നാരൻ തോട്ടത്തുകാരെ പരമാവധി ശ്രമിക്കും, പ്രത്യേകിച്ച് മുത്തശ്ശി. ഗോപു, ആശുപത്രി കിടക്കെ കിടന്നിട്ടാണോ നീ ഇതൊക്കെ സംസാരിക്കുന്നത്? ഈ ബെഡിൽ കിടന്നത് പറഞ്ഞ എന്താ കുഴപ്പം? വെറുതെ നീ എന്തിനാ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുക്കുന്നേ? ഇത് ചേച്ചിയോട് സംസാരിച്ചില്ലെങ്കിലേ എനിക്ക് പ്രയാസം. ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കണം. ഒരു കാരണവശാലും ചേച്ചി വിവാഹത്തിന് സമ്മതിക്കരുത്. മോളെ, ഞാൻ ഇന്നലെ ഇത് പറയാൻ വേണ്ടി ഋഷിയുടെ അമ്മയെ വിളിച്ചിരുന്നു. സിദ്ധുവേട്ടനും ചേച്ചിയുമായുള്ള വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അമ്മയോട് തറപ്പിച്ചു പറഞ്ഞു. എടി നീ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? പറഞ്ഞ എന്താ കുഴപ്പം? പറഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പമില്ല, പറയാതിരുന്നാലാ പ്രശ്നം. ഇതൊക്കെ സംസാരിക്കാൻ ഞാനും മുത്തശ്ശനൊക്കെ ഇല്ലേ? എന്നിട്ട് നിങ്ങൾ വേണ്ടതുപോലെ സംസാരിച്ചോ? പറയാനുള്ളതൊക്കെ ഞാൻ ഋഷിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മറുപടി പറഞ്ഞത് മുത്തശ്ശിയോ. അതൊരു മറുപടി അല്ലായിരുന്നു, ഒരു ഭീഷണിയായിരുന്നു. ചേച്ചിയും സിദ്ധുവേട്ടനും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അവരെന്റെയും ഋഷിയുടെയും ഡിവോഴ്സ് നടത്തുമെന്ന്. ഡിവോഴ്സോ? അതെന്താ, ഡിവോഴ്സ് എന്ന് കേട്ടപ്പോ ചേച്ചി നീട്ടിപ്പോയോ? മോളെ, കാര്യങ്ങളൊക്കെ ഇത് എവിടേക്കായി പോകുന്നത്? ചേച്ചി ടെൻഷനൊന്നും വേണ്ട. എല്ലാത്തിനും കാരണം എന്റെ ജാതക ദോഷമെന്ന് അവര് പറയുന്നെങ്കിൽ ഞാനായിട്ട് ആരെയും ദ്രോഹിക്കില്ല. ഋഷി ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ തയ്യാറാ. അല്ലാതെ എന്റെ ജാതക ദോഷത്തിന്റെ പേരും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരങ്ങനെ ഈ വിവാഹം നടത്തണ്ട. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ബലി കഴിപ്പിക്കാനുള്ളതല്ല എന്റെ ചേച്ചിയുടെ ജീവിതം. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ അവര് തയ്യാറാക്കുന്ന ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ദേ നിന്നെ ചേച്ചിക്ക് എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. അവരങ്ങനെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഡിവോഴ്സിന് ഞാൻ തയ്യാറാ. മോളെ, നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാനും വേണമെന്ന് വെക്കാനും ഉള്ളതല്ല ഈ ജീവിതം. ഇത് കളി തമാശ അല്ല ഗോപു. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവളാ ഞാൻ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ ഋഷിയും ദൈവം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒരാളെങ്കിലും കരക്കടുപ്പിച്ചതിന്റെ ആശ്വാസത്തിലായിരുന്നു ഞാൻ. അത് മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. നീയായിട്ട് അതില്ലാതാക്കരുത്. ഭാരപ്പെട്ട തീരുമാനങ്ങളൊന്നും നീ ഇപ്പൊ എടുക്കണ്ട. ഇനി ഞാനിവിടെ ഇരുന്ന നീ ഞാനുമായിട്ടുള്ള സംസാരം തുടരും. അതെന്തായാലും വേണ്ട. വരണം, കേറിയിരിക്കാം. വാ അമ്മേ. ഇരിക്കണം. ദേവികയുടെ മുത്തശ്ശന് വിടില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. നിങ്ങളായിരുന്നു
അനീഷേ വേഗം പോയി ചായ എടുക്കാൻ പറ. വേണ്ട, ഞങ്ങൾ വന്നത് സിദ്ധുവും ദേവികയുമായിട്ടുള്ള കല്യാണക്കാര്യത്തിൽ നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് അറിയാൻ വേണ്ടി. തീരുമാനം എന്താണെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. ദേവിയുടെ വിവാഹം മറ്റൊരാളും ഉറപ്പിച്ചു കഴിഞ്ഞു. മാത്രമല്ല നിങ്ങളുടെ ചെറുക്കനെ കുറിച്ച് വ്യക്തമായിട്ട് ഞങ്ങളോടൊന്നും പറഞ്ഞതുമില്ല. എങ്കിലും ഞങ്ങളതറിഞ്ഞു. ഈ ആലോചന നടന്നാലും നടന്നില്ലെങ്കിലും സിദ്ധാർത്ഥന് അസുഖക്കാരനാണെന്ന് ഞങ്ങളോട് തുറന്നു പറയണമായിരുന്നു. അത് പറഞ്ഞിട്ട് വേണമായിരുന്നു ആലോചന മുന്നോട്ട് വയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കാൻ ഞാനില്ല. സിദ്ധാർത്ഥന്റെ അസുഖം ഞങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചൊന്നുമല്ല, പറയാൻ വിട്ടുപോയതാ. അതൊന്നും ഒരു ന്യായീകരണമല്ല. അസുഖത്തിന്റെ കാര്യമായിരുന്നു ആദ്യം പറയേണ്ടിയിരുന്നത്. വേണ്ട, ഇനി അതൊക്കെ പറഞ്ഞൊരു ചർച്ച ഒഴിവാക്കുന്ന നമുക്ക് നല്ലത്. അതെ, ഇനി ഒരു ചർച്ചയ്ക്ക് ഞങ്ങളും ഇല്ല. നിങ്ങളേതായാലും ദേവികയെ സിദ്ധുവിനൊപ്പം അയക്കില്ലെന്ന് വ്യക്തമായി. ഞങ്ങൾക്ക് അനുകൂലമായ മറുപടി ദേവികയും പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായി തീരുമാനം എടുക്കാനുണ്ട്. ഞങ്ങൾക്ക് പ്രാധാന്യം ഋഷിയുടെ ആയുസ്. ജാതകദോഷമുള്ള ഗോപിക അവന്റെ കൂടെ കഴിഞ്ഞ അവന്റെ ആയുസ്സിന് ആപത്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി. അതുകൊണ്ട് ആ ജാതകദോഷത്തിനൊരു പരിഹാര മാർഗവുമായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നിങ്ങൾ അതിന് യാതൊരു പരിഗണനയും കൊടുക്കാതെ നിരസിക്കുക ചെയ്തത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വഴി സ്വീകരിച്ചല്ലേ മതിയാവൂ. ജാതകദോഷം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ കണ്ട മാർഗം ഇതാണ്. ജാനകി, ഇത് ഡിവോഴ്സ് പേപ്പറല്ലേ? മുൻപ് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ ഇക്കാര്യം ദേവികയോട് സംസാരിച്ചിരുന്നതാ. ജാതകദോഷമുള്ള ഗോപിക ഇനി ഋഷിയുടെ ഭാര്യയായി തുടരാൻ പാടില്ല. ഗോപികയെ പറഞ്ഞ് ഡിവോഴ്സിന് സമ്മതിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാ. അപ്പോഴാണ് സുലോചന സിദ്ധനെ കുറിച്ച് പറയുന്നതും ഞാൻ ജാതകദോഷത്തിന് പരിഹാരം തേടി അദ്ദേഹത്തെ കാണാൻ പോയതും അദ്ദേഹം പരിഹാരം ഉപദേശിച്ചു തന്നതും. ശരി, അങ്ങനെയെങ്കിൽ ആ പരിഹാരം നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ട് ഡിവോഴ്സ് വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ പരിഹാരം നടത്താൻ നിങ്ങൾ തയ്യാറല്ല. അപ്പൊ പിന്നെ ഡിവോഴ്സ് അല്ലാതെ വേറെ മാർഗവുമില്ല. ഇപ്പോ സ്വാമിയച്ഛന്റെ ക്ലിനിക്കിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ലാത്തത്. അതുകൊണ്ട് ഇനിയും ദേവികയുടെ തീരുമാനത്തിനായി കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ തീരുമാനം നിങ്ങൾ അംഗീകരിക്കണം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോൾ ഗോപികയെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ദേവികെ, നീ ഇതുവരെ നിന്റെ തീരുമാനം പറയാത്തതുകൊണ്ട് ഞങ്ങളുടെ ഡിസിഷൻ എടുത്തു.
ഞാനന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞതുപോലെ ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. അത് നടന്നേ തീരൂ. ശരിയാണ്, എന്റെ മോനെ പോലെ സുഖമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതൊരു സത്യമാണ്. നമുക്ക് മാത്രമാണല്ലോ നമ്മുടെ മോൻ വലുത്. ബാക്കിയുള്ളവർക്കതുണ്ടാവില്ല. ദേവികയുടെ മനസ്സെനിക്ക് മനസ്സിലാവും. ശരി, ദേവികെ, നിശ്ചയിച്ച കല്യാണം നന്നായി നടക്കട്ടെ. ഞങ്ങൾക്ക് ഏതായാലും ഋഷിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാതെ വേറെ വഴിയില്ല. ഡിവോഴ്സ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ഗോപിക ഡിസ്ചാർജ് ആയി എത്തുമ്പോൾ അവളെ കൊണ്ടല്ലോ ഒപ്പിടിച്ചു തരണം.